ഹലോ, നമ്മൾ കുറേ നാളുകൊണ്ട് വലിയ ഡിഫിക്കൽട്ടിയുള്ള ടോപ്പിക്കെല്ലാം പഠിച്ച് നമ്മൾ ഉപ്പാട് വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിന്ന് ഒരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്ക് പഠിക്കാം. അത് ഇന്ന് തന്നെ നമുക്ക് ഫിനിഷും ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ കൂടെ സപ്പോർട്ടീവായിട്ട് നിൽക്കണം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ചാപ്റ്ററിൻ്റെ പേര് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഓക്കെ, അപ്പോൾ അതിനകത്ത് ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നൊരു സെക്ഷൻ ഇൻകൺസിസ്റ്റൻസി ഇൻ ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ നിങ്ങൾ പഠിച്ചതാണ്. അതിനകത്ത് ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ പൊരുത്തക്കേട്, എവിടെയോ എന്തൊക്കെയോ ചീഞ്ഞ് നടന്നു എന്ന് നമുക്കൊരു തോന്നലുണ്ടാവും. അപ്പോൾ അത് എവിടെയാണ്, എന്താണത്, ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമ്മൾ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യാം. ഒരു കപ്പാസിറ്റർ എടുക്കാം. കപ്പാസിറ്റർ, ഓക്കെ. ഈ കപ്പാസിറ്ററിനെ നമ്മൾ ചാർജ് ചെയ്യാൻ പോവാണ്. അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ വേണ്ടി നമ്മൾ ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് പാസ് ചെയ്യുന്നു. എന്താണ് മക്കളെ? ടൈം ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരു കറണ്ട് ഐ ഓഫ് ടി പാസ് ചെയ്യുന്നു. എന്താണ് പാസ് ചെയ്യുന്നത്? ഐ ഓഫ് ടി. അപ്പോൾ ഇതിൽ കൂടെ പാസ് ചെയ്യുന്ന കറണ്ട് ഐ ഓഫ് ടി. ഓക്കെ, ഐ എന്ന് പറഞ്ഞാൽ കറണ്ട്, ടി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടൈം. അതായത് ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉള്ള ഒരു കറണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാമോ? നമ്മൾ എ സി ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉള്ളൊരു കറണ്ടാണ്. അപ്പോൾ അതേപോലത്തെ ഒരു വേരിയേഷൻ ഉള്ളൊരു കറണ്ട് പാസ് ചെയ്ത് നമ്മൾ എന്ത് ചെയ്യുന്നു? കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. ഈ സിറ്റുവേഷനിൽ കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് എന്താണെന്ന് നിങ്ങൾക്കറിയാം. കപ്പാസിറ്ററിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു ഡൈഇലക്ട്രിക് ആണെന്ന് നിങ്ങൾക്കറിയാം. ഡൈഇലക്ട്രിക് എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ അല്ലേ? അപ്പോൾ അതിൽ കൂടെ കറണ്ട് ഒന്നും പാസ് ചെയ്യില്ല. അതൊക്കെ നമുക്കറിയാം. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ കപ്പാസിറ്ററിനെ ചാർജ് ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു ടൈം ഡിപ്പെൻഡൻറ്റ് കറണ്ട് ഞാൻ പാസ് ചെയ്തു. ഇതിൻ്റെ അടുത്തുള്ളത് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കലാണ് എൻ്റെ ജോലി. അതിനുവേണ്ടി ഞാൻ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കുന്നു. ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കാൻ വേണ്ടി ഞാൻ ഈ പോയിന്റ് ഉൾപ്പെടുത്ത വിധത്തിൽ ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തു. ഇതൊരു സർക്കിളാണ്. ഈ സർക്കിളിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ആണ്. ഓക്കെ, ഈ പോയിന്റ് പിയിൽ ഞാനൊരു കുഞ്ഞു പാത്ത് എടുത്തു. ഇതാണ് ഡി എൽ എന്ന് പറയുന്നത്. എന്താണ് ഡി എൽ? ഇനി ഈ കമ്പിയെ നിങ്ങൾ റൈറ്റ് ഹാൻഡിൽ പിടിച്ചു കഴിഞ്ഞാൽ, തമ്പ് കറണ്ടിൻ്റെ ഡയറക്ഷനിൽ പിടിച്ചാൽ, ബാക്കി ഫിംഗേഴ്സ് മാഗ്നറ്റിക് ഫീൽഡ് ലൈനിനെ കാണിക്കുന്നു. അതിന് ടാൻജൻറ്റ് വരച്ചാൽ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടുമെന്നൊക്കെ നമുക്കറിയാം. അപ്പോൾ ഇവിടുത്തെ ഈ ഡി എല്ലിൻ്റെ ഡയറക്ഷൻ ഇങ്ങോട്ടാണ് എങ്കിൽ, നിങ്ങളുടെ അടുത്തേക്കാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷൻ നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പോൾ ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 വരും. ഓക്കെ, അപ്പോൾ ഈ പോയിന്റിൽ മാഗ്നറ്റിക് ഫീൽഡ് നിങ്ങളുടെ അടുത്തേക്കാണ്, ഡി എല്ലിൻ്റെ ആൻസറും ഡി എല്ലും നിങ്ങളുടെ അടുത്തേക്കാണ്. അപ്പം ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ 0. ആംബിയർ സർക്യൂട്ടൽ തിയറം അനുസരിച്ച് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് കറണ്ട് ഇൻസൈഡ് എന്നാണ്. അപ്പോൾ ഇത് ഇവിടെ ബിക്കും ഡി എല്ലിനും ഇടയ്ക്കുള്ള ആംഗിൾ 0 ആണ്. അപ്പോൾ ബി ഡോട്ട് ഡി എൽ എന്തായിട്ട് മാറും? ബി ഡി എൽ കോസ് 0, അതായത് ബി ഡി എൽ ആയിട്ട് മാറും. ഈക്വൽ ടു μ0 ടൈംസ് നിങ്ങളുടെ ലൂപ്പിൻ്റെ അകത്തുള്ള കറണ്ട്. നിങ്ങളുടെ ലൂപ്പിൻ്റെ അകത്ത് ഒരേ ഒരു കറണ്ടേ ഉള്ളൂ, അത് ഐ ഓഫ് ടി ആണ്. ഐ ആസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആണ്. ഓക്കെ, ഇനി ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു. ഈ കറണ്ട് എന്ന് പറയുന്നത് ഈ നമ്മളെടുത്ത ലൂപ്പിൻ്റെ ഏരിയയ്ക്ക് പെർപെൻഡിക്കുലർ ആയിട്ടാണ് ചെല്ലുന്നത്. ഓക്കെ, ഇത്രയും അവിടെ ഇരിക്കട്ടെ. ഇനി നമ്മുടെ പോയിന്റ് പി ഇപ്പോൾ എവിടെയാണ് എടുത്തത്? ഈ പോയിന്റ് പി നമുക്ക് ഇവിടെ എവിടെ വേണോ എടുക്കാം അറ്റ് ഡിസ്റ്റൻസ് ആർ. അപ്പോൾ അവിടെ എല്ലാം മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ സെയിം ആയിരിക്കും. സോ ബി ഈസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ അതിനെടുത്ത് പുറത്ത് വെച്ചിട്ട് ഇൻ്റഗ്രൽ ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ഐ ടി എന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, ഇനി ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2πr കിട്ടും. അപ്പോൾ നമുക്ക് ബാക്കി ആൻസർ ഇവിടെ എഴുതാം. ബി അതുപോലെ എഴുതി. ഡി എല്ലിനെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ 2πr എന്ന് കിട്ടും. ഈസ് ഈക്വൽ ടു μ0 ഐ ടി. ഓക്കെ, ഇതിൽ നിന്ന് ബി കണ്ടുപിടിക്കാം. ബി ഈക്വൽ ടു μ0 ഐ ടി ഡിവൈഡഡ് ബൈ 2πr എന്നാണ്. ഇപ്പം നമുക്ക് കിട്ടിയത് പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ ആണ്. പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അതൊരു പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പോൾ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഇനി പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡോടെ ഞാനിവിടെ പറയുകയാണ്. നമ്മുടെ കപ്പാസിറ്റർ, സെയിം കപ്പാസിറ്റർ, ഇതിനെ ചാർജ് ചെയ്യാൻ വേണ്ടി ടൈം ഡിപ്പെൻഡൻറ്റ് കറണ്ട് ഇവിടെ പാസ് ചെയ്യുന്നു. ഓക്കെ, ഇതിൻ്റെ അടുത്തുള്ള ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണ് എനിക്ക് കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു ക്ലോസ്ഡ് പാത്ത് എടുത്തു. ഇതൊരു സർക്കിളാണ്. ഇനി ഈ സർക്കിൾ പക്ഷേ ഒരു പോട്ട് ഷേപ്ഡ് സർഫസിൻ്റെ മൗത്താണ്. ഓക്കെ, അങ്ങനെ എടുക്കാം. അതല്ല എങ്കിൽ ഇതാണ് ഇങ്ങനെ എടുക്കാം. നമ്മുടെ ഇവിടെ കണ്ടോ, ഇതുപോലെ കറണ്ട് പാസ് ചെയ്യുന്നു ഐ ടി. നമ്മുടെ പോയിന്റ് പി ഇതാണ്. ഇത് ഉൾപ്പെടുത്ത വിധത്തിൽ ക്ലോസ്ഡ് പാത്ത് എടുക്കുന്നു. ഇത് ഒരു ടിഫിൻ ബോക്സ് ഷേപ്ഡ്
സർഫസിൻ്റെ മൗത്താണ്. ഓക്കെ, അങ്ങനെ എടുക്കാമല്ലോ, അങ്ങനെയും എടുക്കാം. നമ്മൾ കേട്ടിട്ടില്ലാത്തൊരു കാര്യമാണ്. അപ്പം നമ്മളെടുത്ത ക്ലോസ്ഡ് പാത്ത് എന്ന് പറയുന്നത് ഒരു സർഫസിൻ്റെ പാർട്ടായിട്ട് എടുക്കാം. ഇനി ഇവിടെ ഈ പോട്ടിൻ്റെ ബേസ് എന്ന് പറയുന്നത് കപ്പാസിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്കാണ്. ഇവിടെ ടിഫിൻ ബോക്സിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ കപ്പാസിൻ്റെ പ്ലേറ്റുകൾക്കിടയ്ക്കാണ്. ഇനി കപ്പാസിൻ്റെ ഈ പ്ലേറ്റുകൾക്കിടയ്ക്കൂടെ എന്ത് പാസ് ചെയ്യുന്നില്ല? കറണ്ട് പാസ് ചെയ്യുന്നില്ല എന്ന് നമുക്കറിയാം, കാരണം അവിടെ ഇൻസുലേറ്റർ ആണ് ഇരിക്കുന്നത്. അപ്പോൾ ഇനി ബാക്കി കാര്യം, ഞാൻ ഇവിടുത്തെ കേസിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിക്കുകയാണ്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കണ്ടുപിടിക്കാൻ പോവാണ്. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ടോട്ടൽ കറണ്ട് എന്നാണ്. അപ്പോൾ ബിക്കും ഡി എല്ലിനോടേക്കുള്ള ആംഗിൾ 0 ആവുകൊണ്ട് ഇതെന്താവും? ബി ഡി എൽ ആവും. സോ ബി ഡി എൽ ബാക്കി പറ ഇസ് ഈക്വൽ ടു μ0. ഇവിടുത്തെ ടോട്ടൽ കറണ്ട് എന്ന് പറഞ്ഞാൽ ഈ ലൂപ്പിൽ കൂടെ കയറി ബേസിൽ കൂടെ ഇറങ്ങി ക്രോസ് ചെയ്ത് പോകുന്ന കറണ്ട് കൊണ്ട് എടുക്കാൻ. ബേസ് ക്രോസ് ചെയ്ത് ഒരു കറണ്ടും പോകുന്നില്ല, അപ്പൊ ഇൻറ്റു 0 എന്ന് വരും. അപ്പൊ ഇന്റഗ്രൽ ബി ഡി എല്ലിന്റെ ആൻസർ 0 വരും. ഇനി അങ്ങോട്ട് പ്രൊസീഡ് ചെയ്താൽ നമുക്ക് ബിയുടെ വാല്യൂ 0 എന്ന് കിട്ടും. അതായത് നമ്മളിപ്പം ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ 0 എന്നാണ് കിട്ടിയത്. ഇനി നേരത്തെ ഒരു മെത്തേഡ് വെച്ച് ചെയ്തപ്പോഴും ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിന്റെ ആൻസർ കിട്ടിയായിരുന്നു, അത് 0 അല്ലായിരുന്നു. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചാണ് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിച്ചപ്പോഴത്തേക്ക് 2 രീതിയിൽ ഞാൻ ഉപയോഗിച്ചപ്പോൾ 2 ആൻസർ കിട്ടി. ഇതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറം ഉപയോഗിച്ചപ്പോൾ നമുക്കൊരു ഇൻകൺസിസ്റ്റൻസി ഉണ്ടായി. ആംബിയർ സർക്യൂട്ടൽ തിയറം 2 രീതിയിൽ ഉപയോഗിച്ചപ്പോൾ ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന് 2 ആൻസർ കിട്ടിയിരിക്കുന്നു. മനസ്സിലായോ? അപ്പോൾ ഇതൊരു ഇൻകൺസിസ്റ്റൻസിയാണ്. അപ്പോൾ ഇതെങ്ങനെ ഓവർകം ചെയ്യും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഓവർകം ചെയ്യാൻ വേണ്ടി നമ്മൾ പറഞ്ഞ മെത്തേഡാണ്. ഇതാണ് നമ്മുടെ ഇവിടെ ഈ കണക്ഷൻ വയർ കണ്ടോ? ഇവിടുത്തെ ഈ കറണ്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ കറണ്ട് നമ്മൾ IFT എന്നല്ലേ എടുത്തേ. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിനകത്ത് എന്തോ കുഴപ്പമുണ്ട്. അതെന്താന്ന് വെച്ചാൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എന്നല്ലേ നമ്മൾ പഠിച്ചത്. ഈ I എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടോട്ടൽ കറണ്ടാണ്. ആ കറണ്ട് 2 കറണ്ട് ചേരുന്നതാണ്. ആ കറണ്ട് എന്ന് പറയുന്നത് 2 കറണ്ട് ചേരുന്നതാണ്. ഏതൊക്കെയെന്ന് ചോദിച്ചാൽ കണ്ടക്ഷൻ കറണ്ടും ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും ചേരുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ്? ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 I എന്നുള്ളതിനെ IC പ്ലസ് ID എന്നായിരുന്നു എഴുതേണ്ടത്. ഇതിനകത്ത് IC എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ? IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കണക്ഷൻ വയറുകളിലൊക്കെ പോകുന്നത് കണ്ടക്ഷൻ കറണ്ടാണ്. ഇനി ഈ കപ്പാസിൻ്റെ ഈ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഒരു കറണ്ട് ഉണ്ട്. അപ്പം നമ്മൾ നോക്കുമ്പോൾ ഇവിടെ നിന്നൊരു കറണ്ട് പോകുന്നുണ്ട്, ഇവിടെ നിന്നൊരു കറണ്ട് വരുന്നുണ്ട്, ഇടയ്ക്ക് കറണ്ട് ഇല്ല. അപ്പോൾ അവിടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിൻ്റെ പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറത്തിനെ മോഡിഫൈ ചെയ്യണം. അപ്പോൾ നമ്മൾ എങ്ങനെ എഴുതണം? ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു μ0 IC പ്ലസ് ID എന്ന് എഴുതണം. IC എന്ന് പറഞ്ഞാൽ കണ്ടക്ഷൻ കറണ്ട്, ID എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാണ്. പേടിക്കരുത്. ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എവിടെയാണ്? കപ്പാസിന്റെ ഈ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള സ്ഥലത്താണ്. കണ്ടക്ഷൻ കറണ്ട് എവിടെയാണ്? ഈ കണക്ഷൻ വയറിലാണ്. ഈ രീതിയിൽ ആംബിയർ സർക്യൂട്ടൽ തിയറം മോഡിഫൈ ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ മോഡിഫൈഡ് ഇക്വേഷനെ ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്നാണ് പറയുക. എന്താ പറയുക? ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് ഇക്വേഷന്റെ പേര്? ആംബിയർ മാക്സ്വെൽ ഇക്വേഷൻ. ഇത് നിങ്ങൾക്ക് മനസ്സിലായാൽ മതി. സോ once again from the beginning I will explain the entire things. So listen properly. So you consider, see what is our question? Explain the inconsistency in Ampere circuital theorem by pointing out an example. Okay, it is a question. So consider the process of charging a capacitor by passing a time dependent current IFT. So you consider the process of charging a capacitor by passing a time dependent current I of t. Okay, then I as a function of t. We want to find the magnetic field at a point outside the plates of capacitor. So for that we consider a closed path. It is a circle of radius r. Okay, the wire is perpendicular to its plane. At point P, an element dl is considered. Okay,
Then at a point P, the direction of magnetic field is also in the same direction of dl. So the angle between B and dl will be 0. Then by Ampere's circuital theorem, closed integral B dot dl is equal to mu 0 times total current. Am I right? So here angle between B and dl is 0. So closed integral B dl is equal to mu 0. What is total current? Total current is the only current inside the loop is IT. Okay. Then B is a constant. So keep it out. Then integral dl equal to mu 0 IT. Okay. Why B is a constant? See, P can be any point on this ring. Am I right? The distance is always R. So B is a constant. So being a constant is taken out. Then B as such. Integral dl is 2 pi r. So 2 pi r is equal to mu 0 IT. Okay. Then B is equal to mu 0 IT divided by 2 pi r. This is a magnetic field at the point P by using Ampere's circuital theorem. Then to find the magnetic field at P, we use Ampere's circuital theorem in a different way. So listen, see, this is a capacitor, this is a connection wire, okay, this is a current, okay, this is a point where magnetic field is to be found. So this point is named P. Then in this case, this is a Amperian loop, am I right? Then but it is a mouth of a tiffin, pot, okay. Then or it can be what? It can be the mouth of a tiffin box. The base of the pot or tiffin box is in between the plates of capacitor. Am I right? What is the current here? IT. Okay. By Ampere's circuital theorem, closed integral B dot dl equal to mu 0 times a total current. Am I right? Then listen properly. Here dl is like this. Magnetic field is also in the same direction. So integral B dl is equal to mu 0 times current. Here current എന്ന് പറയുന്നത്, so current entering and leaving out. See, this base is in between the plates of capacitor. No current there. See, so no current comes out. So the total current is 0. So if we proceed, we get BDL equal to 0, or we get the value of B at the point as 0. So we got the magnetic field as 0. So we got the magnetic field as 0 here. In the previous case, we got the value of magnetic field as mu 0 I by 2 pi r. Thus, we got two different answers for the magnetic field at the same point. It is an inconsistency in Ampere's circuital theorem. Then, this solve ചെയ്യാൻ വേണ്ടി Maxwell എന്ന് പറയുന്ന ആള് ഒരു സംഭവം കൊണ്ടുവന്നു. അദ്ദേഹം പറഞ്ഞ ഒരു കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ് പറഞ്ഞത്? മാക്സ്വെൽ പറഞ്ഞ ഒരു സജഷൻ ആണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടെന്ന് മാക്സ്വെൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇതാണ്: നമ്മുടെ ഈ കണക്ഷൻ വയറുകളിൽ നമ്മൾ നോക്കിയപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ കറണ്ട് വരുന്നുണ്ട്, ഇവിടെ നിന്ന് കറണ്ട് ഇറങ്ങിയും പോകുന്നുണ്ട്. പക്ഷേ ഇടയ്ക്കുള്ള സ്ഥലത്ത് കറണ്ട് ഇല്ല. അങ്ങനെ ആ സ്ഥലത്ത് ഒരു കറണ്ട് ഉണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ആ കറണ്ടിന് അദ്ദേഹം ഇട്ട പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ ID എന്നാണ് വിളിക്കുന്നത്. എന്താണ് വിളിക്കുന്നത്? ID. അപ്പോൾ ഈ കണക്ഷൻ വയറുകളിലൊക്കെ ഉള്ളത് എന്ത് കറണ്ടാണ്? കണ്ടക്ഷൻ കറണ്ടും. ഈ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഇവിടെ വരുന്ന കറണ്ട് ഏതാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടുമാണ്. ഇനി ഇവിടെ നമ്മൾ പാസ് ചെയ്തത് ടൈം ഡിപ്പെൻഡന്റ് കറണ്ടാണ്. അതായത് ടൈമിനനുസരിച്ച് വേരിയേഷൻ ഉണ്ടാകുന്ന കറണ്ടാണ്. അപ്പൊ കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്ക് ഉള്ള ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ്. അപ്പോൾ അവിടുത്തെ ഫ്ലക്സും വേരിയിങ് ആണ്. അപ്പോൾ അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡും ഇലക്ട്രിക് ഫ്ലക്സും ഒക്കെ ടൈമിനനുസരിച്ച് വേരി ചെയ്യുന്നു. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ അവിടെ ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറഞ്ഞാൽ? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കംസ് ഇൻ സിറ്റുവേഷൻസ് വെൻ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് ഇലക്ട്രിക് ഫ്ലക്സ് വേരീസ് വിത്ത് ദ ടൈം. Then in between the plates of capacitor there is displacement current. In the connection wires there is only conduction current. Total current is a sum of displacement current and conduction current. Okay,
Then Ampere's circuital theorem can be modified as closed integral B dot dl equal to mu 0 times, instead of I you write IC plus ID. This equation is known as Maxwell Ampere equation. Okay, ഇത് വലിയ കാര്യങ്ങളൊന്നുമില്ല, ഒന്നുകൂടെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. സാധാരണ എക്സാമിന് ചോദിക്കുന്ന ഒരു സെക്ഷനാണ്. ഇതിനകത്ത് ഏതെങ്കിലും ഒരു സെക്ഷൻ എടുത്തിട്ടായിരിക്കും ചോദിക്കുക, വലിയൊരു ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറില്ല. സോ once again from the beginning, so how will they ask? They will tell you, say like this: explain the inconsistency in Ampere's circuital theorem by pointing out an example. So how will you start? Consider the process of charging a capacitor by passing a time dependent current I of t. Okay, consider the process of charging a capacitor by passing a time dependent current I of t. We want to find the magnetic field outside the plates of capacitor. Okay, then at a distance r from the wire. Then the wire is perpendicular to, see, including P, you consider a closed path. It is a circle of radius r. Then see, the wire is perpendicular to the plane of the ring. No problem. Then by Ampere's circuital theorem, closed integral B dot dl is equal to mu 0 times total current. Okay. Then see, at this point you can select an element. Its length is dl. It is towards you, suppose. Then at this point, see, this is a current carrying conductor. So surrounding that there will be a magnetic field. How will you find the direction of current? By using right hand thumb rule. See, it's a direction. The direction of magnetic field is also towards you. So the angle between B and dl here is 0. So this becomes BDL. So BDL is equal to mu 0 times total current inside the loop. The only current inside the loop is I. Then B is a constant, so taken out. Integral dl is equal to mu 0 I. No problem. B as such, on integrating dl you can get 2 pi r. So 2 pi r is equal to mu 0 I. Then B equal to mu 0 I by 2 pi r. Okay, this is a magnetic field. This is a magnetic field at the point P. This is a magnetic field at the point P. No problem. Then we are going to calculate the same magnetic field at P using a different style. See, this is the same capacitor. Okay, the same capacitor. Am I right? See, this is your point P. This is your point P. Then including point P, you consider a circle of radius r. No problem. But here, this is the mouth of a what? Pot-shaped surface. This is the mouth of a tiffin box shaped surface. The base of the pot is in between the plates of capacitor, that is inside the dielectric. Then here base of the tiffin box is also in between the plates. Am I right? No current there. No current there. Very clear. Now applying Ampere's circuital theorem. Closed integral B dot dl is equal to mu 0 times total current. Here what is total current? It is a current entering this loop and coming out. Here no current comes out of the base. So the value of current is to be taken as 0. So here B dot dl becomes BDL, that you know. So integral BDL equal to mu 0 into 0. So on proceeding we get the value of B as 0. Thus we get two different answers for the magnetic field at the same point. It is a contradiction. Okay, so this is an inconsistency. So this is an inconsistency we find in Ampere's circuital theorem. Then to solve this, Maxwell suggested a method. So what was the suggestion by Maxwell? He suggested the existence of a new current called displacement current. What is it? Displacement current. It is represented as ID. Then displacement current comes in situations when electric field and electric flux varies with the time. Here you are passing a time dependent current. Am I right? So the electric field between the plates change. So the electric flux there changes. See, electric field changes, electric flux changes. So in such a situation there exists a current in between. So what is that current? It is called displacement current. Then see, in the connection wire there will be conduction current alone.
So in the connection wire, there will be only conduction current. In between the plates of capacitor, there is a displacement current. So the current can be written as IC plus ID. What is I? Current. IC conduction current. ID displacement current. So Ampere's circuital theorem can be modified as closed integral B dot dl equal to mu 0. Instead of I, you write IC plus ID. This equation is known as Ampere-Maxwell equation. Ampere-Maxwell equation. Is it clear to you? So this is about the inconsistency in Ampere's circuital theorem. ഓക്കെ, മനസ്സിലായില്ലേ? സംഭവന കാര്യമാണോ? അപ്പോൾ ഒരു സ്ഥലത്തെ മാഗ്നറ്റിക് ഫീൽഡിന് എത്ര ആൻസർ കിട്ടി? 2 ആൻസർ കിട്ടി. ഓക്കെ, നമ്മൾ രണ്ടിലും ഉപയോഗിച്ച ഏത് തന്നെ ആംപിയർ സർക്യൂട്ടൽ തിയറം തന്നെ, പക്ഷേ അതിൻ്റെ സ്റ്റെപ്സ് ഡിഫറൻ്റ് ആയിരുന്നു. പക്ഷേ 2 ആൻസർ കിട്ടാൻ പാടുണ്ടോ? ഒരു സ്ഥലത്ത് മാഗ്നറ്റിക് ഫീൽഡിന് ഒരു ജെനുവിൻ ആൻസർ അല്ലേ ഉണ്ടാവൂ. അപ്പോൾ നമുക്ക് എവിടെയോ തെറ്റുപറ്റി. നമ്മൾ ഇതിനകത്ത് എന്താണ് ആഡ് ചെയ്യേണ്ടിയിരുന്നത്? ഐ എന്ന് എഴുതിയ സ്ഥലത്ത് IC പ്ലസ് ID എന്ന് എഴുതണമായിരുന്നു. അതാണ് നമുക്ക് പറ്റിയ തെറ്റ്. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, നിങ്ങളുടെ സഹായത്താൽ ഞാൻ പറയാം, നിങ്ങൾ പറഞ്ഞാലേ പറയൂ. സോ ലിസൺ ഹിയർ. വാട്ട് ഈസ് അവർ ക്വസ്റ്റ്യൻ? എക്സ്പ്ലെയിൻ ദ ഇൻകൺസിസ്റ്റൻസി ഇൻ ആംപിയർ സർക്യൂട്ടൽ തിയറം by taking an example. It is a question. So how will you write? Consider the process of charging a capacitor by a time dependent current IT. Okay, so consider the process of charging a capacitor by a time dependent current IT. Okay, we want to find the magnetic field at a point P outside the plates of capacitor. Okay, including P, we consider a closed path. It is a circle of radius R. Okay, then the plane of the circle is perpendicular to the wire. Okay, then by using then at P, you consider a small element dl. Its direction is towards us. Then at P, the magnetic field is also towards us. So the angle between B and dl is 0. By Ampere's circuital theorem, closed integral B dot dl equal to, say what? Mu 0 times total current. Then angle between B and dl 0. So closed integral B dl is equal to mu 0. Then what is the total current? The only current you find is IT. Okay, then B taken out. Then integral dl is equal to, say, mu 0 IT. Then B as such, on integrating dl, what can you get? 2 pi r. So 2 pi r is equal to mu 0 IT. Okay, then what is answer of B? B equal to mu 0 IT divided by 2 pi r. This is a magnetic field at the point P. Then the same magnetic field can be found by using Ampere's circuital theorem in a different way. So in that case, see, you draw 2 figures. Okay, then same point P, then okay, then in that case, see, the closed path is a mouth of a pot shaped surface or tiffin box shaped surface. The base of the pot or tiffin box is in between the plates of capacitor. No problem. No current passes through the base as it is in between the plates of capacitor. Then by Ampere's circuital theorem, one can write closed integral B dot dl equal to mu 0 times a total current. Then angle between B and dl 0. So it becomes B dl equal to mu 0. What is the total current here? Current leaving out is 0. So 0. So on proceeding, we get the value of B as 0. Thus we get 2 different answers for the magnetic field at the same point P. This is the inconsistency in Ampere's circuital theorem. Then Maxwell suggested a new solution. Okay, what was the solution? He suggested the existence of a new current. What is it? Displacement current. What is it? Displacement current. Then what was the suggestion? In between the plates of capacitor, electric field and electric flux varies with the time. In such a situation, what comes? Displacement current comes. Then outside the plates of capacitor, that is in the connection wire, there will be conduction current alone. So total current is a sum of
conduction current and displacement current. So Ampere circuitable theorem can be modified. So new version is closed integral B dot dl equal to mu 0. Instead of I, you write IC plus ID. So clear? This equation is known as Ampere Maxwell equation. നിങ്ങളെ മണ്ടയിലോട്ട് കയറിയോ? നല്ല എളുപ്പമല്ലേ? പ്രയാസം തോന്നിയോ? അടുത്തേക്ക് ചെയ്യാൻ പോട്ടെ. ഇനി നമുക്ക് ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഒന്നുകൂടെ ഒന്ന് സ്ട്രെസ് ചെയ്യാം. നോക്കിയോളൂ. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കറണ്ടിന്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്നാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നോക്കാം. നമ്മൾ പഠിച്ചത് കപ്പാസിറ്ററിന്റെ പ്ലേറ്റുകൾക്കിടയ്ക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. എന്താണ്? സിഗ്മ ബൈ എപ്സിലോൺ 0 എന്നറിയാം. ഇനി പണ്ടേ അറിയാമെന്നുള്ള കാര്യമാണ് സിഗ്മ എന്താണ് ക്യൂ ബൈ എ ആണെന്ന് അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇയുടെ വാല്യൂ എന്ത് വരും? ഇ എന്ന് പറഞ്ഞാൽ ഇതിന് പകരം ക്യൂ ബൈ എ ഇട്ടു, ബാക്കി എപ്സിലോൺ 0 അതുപോലെ എഴുതി. ഓക്കെ. ഇനി എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ് കാണാനുള്ള ഇക്വേഷൻ? ഇ ഡോട്ട് ഡി എസ് നമുക്കറിയാം. അപ്പോൾ ഇ എ എന്നങ്ങ് എടുത്താൽ മതി. ഇ ഇൻറ്റു ഏരിയ. ഇ എന്താണ് ഇവിടെ? ക്യൂ ബൈ എ എപ്സിലോൺ 0 ഇൻറ്റു എ എന്നാണ്. അപ്പോൾ എ ക്യാൻസലായി. അപ്പോൾ ഫ്ലക്സിൻ്റെ ആൻസർ ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എ ക്യാൻസലായി ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഓക്കെ. ഇതാണ് ഫ്ലക്സിൻ്റെ ആൻസർ. ഇനി ഇത് ഇലക്ട്രിക് ഫ്ലക്സ് ആണ്, ഓർമ്മയിൽ വേണം. ഇനി എന്ത് വേണം? ഞാൻ ഇതിനെ ഡിഫറൻസിയേഷൻ നടത്താൻ പോവാണ്. അപ്പോൾ ഡി ബൈ ഡി ടി ഓഫ് ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പോകുന്നു. അപ്പോൾ ഡി ബൈ ഡി ടി ക്യൂ ബൈ ഇ എന്ന് എപ്സിലോൺ 0 എന്ന് എടുക്കേണ്ടി വരും. അപ്പോൾ ഡി ഫൈ ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു പറയും 1 ബൈ എപ്സിലോൺ 0 ഇങ്ങനെ എടുത്തു, ബാക്കി ഡി ബൈ ഡി ടി അതുപോലെ എഴുതി, ബാക്കി ക്യൂ എന്ന് എഴുതി. ഓക്കെ. അപ്പോൾ ഡി ഫൈ ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 അതുപോലെ എഴുതി. എന്താണ് ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ? ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ കറണ്ടാണ്. അത് ഏത് കറണ്ട് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടാണ്. ഇനി നമുക്കൊന്ന് റെഡിയാക്കാം. ഇവനെ ക്രോസ് ചെയ്ത് ഇവിടെ കയറ്റിയാൽ പറയൂ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ആൻസറായി എന്താണ്? എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി എടുത്തു കഴിഞ്ഞാൽ എന്തിൻ്റെ ആൻസറായി? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ആൻസറായി. അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പറയൂ. എപ്സിലോൺ 0 ഡി ഫൈ ബൈ ഡി ടി എന്നാണ്. ബുദ്ധിമുട്ടായിട്ട് തോന്നിയോ? ഇനി ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്. ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത് ഒരു കറണ്ടാണ്. അപ്പോൾ അതിന്റെ യൂണിറ്റ് ഇപ്പം എന്ത് തന്നെ? ആംബിയർ തന്നെ. അപ്പോൾ അതിന്റെ യൂണിറ്റ് ആംബിയർ തന്നെ, ഇല്ലാതാക്കരുത്. അപ്പോൾ ആംബിയർ സർക്യൂട്ടൽ തിയറം നമ്മൾ മോഡിഫൈ ചെയ്ത് പഠിച്ചല്ലോ. ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു mu 0 ഐ സി പ്ലസ് ഐ ഡി എന്നാണ് ഇപ്പോൾ പഠിച്ചത്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു പറയും mu 0 ഐ സി പ്ലസ് mu 0 ഐ ഡി എന്നാണ്. അപ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു mu 0 ഐ സി എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ സി എന്ന് പറഞ്ഞാൽ ഐ സി തന്നെ, പ്ലസ് mu 0 ഐ ഡി എന്ന് പറഞ്ഞാൽ ഇതല്ലേ? എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി. എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ ഡി ടി എന്നാണ്. ഓക്കെ. ഈ ഇക്വേഷൻ ആണ് നമ്മുടെ എന്തോന്ന്? ആംബിയർ മാക്സ്വൽ ഇക്വേഷൻ. അപ്പോൾ ആംബിയർ മാക്സ്വൽ ഇക്വേഷൻ്റെ ഒറിജിനൽ ഫോമാണ് നമ്മൾ നേരത്തെ പഠിച്ചത് തന്നെ. ഐ ഡിക്ക് പകരം ഈ വാല്യൂ ഇവിടെ ഇട്ടു. ഞാൻ ഒന്നും കൂടെ പറയട്ടെ, ഒരു പ്രാവശ്യം കൂടെ പറയൂ, ശ്രദ്ധിച്ചിരിക്കണം. ഞാൻ ഇത് മൊത്തം എറൈസ് ചെയ്യാണ്. See, what is the electric field between the plates of capacitor? Sigma by epsilon 0. What is sigma? Sigma is equal to Q by A എന്നാണ്. Then E is equal to പറയൂ, സിഗ്മയ്ക്ക് പകരം Q by A എന്ന് എഴുതി, then epsilon 0. No problem. What is the equation to calculate electric flux? E dot A നമ്മൾ പഠിച്ചിട്ടുണ്ട്. E A എന്നങ്ങ് എടുത്തോളൂ. So E A. What is E? E എന്ന് പറഞ്ഞാൽ Q by A epsilon 0 എന്നാണ്, ഇൻറ്റു A. അപ്പോൾ ഇലക്ട്രിക് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു എ ക്യാൻസലായി ക്യൂ ബൈ എപ്സിലോൺ 0 എന്നാണ്. ഇനി അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇതിൻ്റെ ഡിഫറൻസിയേഷൻ നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഡി ബൈ ഡി ടി ലെഫ്റ്റ് സൈഡ് ഈസ് ഈക്വൽ ടു ഡി ബൈ ഡി ടി റൈറ്റ് സൈഡ് ക്യൂ ബൈ എപ്സിലോൺ 0. ദെൻ അടുത്ത പറയാം ഡി ഫൈ ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഡി ബൈ ഡി ടി അടുത്ത ക്യൂ എന്നാണ്. സോ ഡി ഫൈ ഇ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു 1 ബൈ എപ്സിലോൺ 0 ഇൻറ്റു ഇതെന്താണ്? ഡി ക്യൂ ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ കറണ്ടാണ്. എന്ത് കറണ്ടാണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇത് ക്രോസ് ചെയ്ത് ഇവിടെ കയറ്റുക. പൈ ഡി ഈസ് ഈക്വൽ ടു എന്തായി? എപ്സിലോൺ 0
d phi e by dt എന്നാണ്. So this is answer of displacement current. Then Ampere circuital theorem can be modified. So what is a new version? Closed integral b dot dl is equal to mu 0 ic plus mu 0 id. id എന്താണ്? id എന്താണ്? epsilon 0 d phi e by dt എന്നാണ്. ബുദ്ധിമുട്ടുണ്ടോ? So this is the new form of Ampere circuital theorem. We call it Ampere Maxwell equation. എന്താ പറയുക? Ampere Maxwell equation എന്നാണ് പറയുന്നത്. ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ലല്ലോ. അപ്പോൾ ഞാൻ സ്റ്റാർട്ടിങ്ങോട്ട് പറയാം, നിങ്ങൾ എന്നെ സഹായിച്ചാൽ മാത്രം. So listen here. What is the electric field between the plates of capacitor? Say, what is the electric field between the plates of capacitor? Sigma by epsilon 0. Then what is sigma? Sigma is equal to Q by A. So put it here. So E equal to Q by A, then epsilon 0. Okay. Then what is the next? Electric flux. Flux canal equation E dot A. So EA. So what is the answer of E? Q by A epsilon 0 into A. So what is your answer? Electric flux is equal to Q by epsilon 0. Then what is the next one? D by dt left side. D by dt left side equal to D by dt right side. Q by epsilon 0. Okay. Then what is the next one? D phi e by dt is equal to what taken out? 1 epsilon 0. So 1 by epsilon 0. Then d by dt, say Q. Then d phi e by dt is equal to 1 by epsilon 0. What is dq by dt? Current. What is the current there? Displacement current. This epsilon 0 put here. So epsilon 0 d phi e by dt is equal to what is the right side? id. So thus you got a current. What is it? Displacement current. So what is the equation to calculate a displacement current? Epsilon 0 d phi e by dt. Then what is a new form of Ampere circuital theorem? So closed integral b dot dl is equal to mu 0 ic plus mu 0 id. What is id? Epsilon 0 d phi e by dt. This equation is known as Ampere Maxwell equation. ഓക്കെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്ഷൻ ഇപ്പം ഞാൻ പറഞ്ഞ സെക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി നമുക്ക് അടുത്തതിലേക്ക് കൂടെ ഇനി നമുക്ക് പഠിക്കാൻ പോകുന്ന നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ.